ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കിഫ ഹാലക്കും ആസാക്കും തൊയ്യബീൻ. അപ്പോൾ ദേ എല്ലാവരും സന്തോഷമായി സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണു. എന്തൊക്കെയാ എൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങളെ വിശേഷം ഒന്ന് പറഞ്ഞേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ, ഹാപ്പി ആയിട്ടിരിക്കുന്നോ, അതോ എക്സാം ആയിട്ട് പേടിച്ചോയോ പഠിച്ചോ നീ അല്ലാ കാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണോ? അപ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. മാം നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളെ എക്സാം വളരെ വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ടാണ് മാം വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രാമർ പോർഷനിലെ ഒരു ഏരിയ ആണ്. ഓക്കെ, ഗ്രാമർ പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതെങ്ങനെയാണ് ഈ പോർഷനിൽ വരിക, അതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യുക, എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡൗട്ട്സുകളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാനും അതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്നൊന്ന് പറഞ്ഞു തരാനുമാണ് ഇന്ന് മാം നിങ്ങളെ കൂടെ വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിലെത്തി അല്ലേ? യെസ്. അപ്പോൾ അതേ എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ച് നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യണം ഇരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്. അപ്പോൾ ദേ മാം അതേ നേരെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ കണ്ടോ നിങ്ങൾ? യെസ്. ഇതാണ് ഞാൻ ഫസ്റ്റ് സ്ലൈഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഒരുപാട് ഹുറൂഫുൽ ജറുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. കുഞ്ഞുങ്ങളെ, എന്താ ഹുറൂഫുൽ ജർ എന്നറിയോ? എന്താണെന്നറിയോ നിങ്ങൾ? അല്ലേ, എന്താ മിസ്സി പറയണേ, എന്താ ഹുറൂഫുൽ ജറ് അല്ലേ, അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞാൽ വെരി ഈസിയാണ്, വെരി സിമ്പിളാണ്. ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ 4 മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണെന്നറിയോ? മിൻ, ഫി, ഇല, അല. ഓക്കെ, മിൻ, ഫി, ഇല, അല. ഇതാണ് നിങ്ങൾ ബേസിക്കലി പഠിക്കേണ്ട ഹുറൂഫുൽ ജർ. മിൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്. അതായത് ഞാൻ സ്കൂളിൽ നിന്നും വന്നു. ഞാൻ സ്കൂളിൽ നിന്നും വന്നു. പിന്നെയാണ് ഇല, ലേക്ക്. ഞാൻ അങ്ങാടിയിലേക്ക് പോയി അല്ലേ? ഞാൻ എങ്ങോട്ട് പോയി? ഞാൻ ടൗണിലേക്ക് പോയി അല്ലേ? അടുത്തത് ഫി, ഇത് ലേക്ക് എന്നാണ് കേട്ടോ. ഇതിന്റെ മീനിങ് അറിയാത്തവർ എഴുതി വെക്കണേ, ലേക്ക്. പിന്നെ ഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫി എന്ന് പറഞ്ഞാൽ എന്നാണ്. അതായത് ബാഗിൽ അല്ലെ, ബാഗിൽ, സ്കൂളിൽ, ബസ്സിൽ എന്നൊക്കെ പറയൂലേ, അതിനെയാണ് നമ്മൾ എന്ന് പറയാ, ഫി. ഇനി അടുത്തത് അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ്, മേൽ. അതായത് മരത്തിന്റെ മേൽ അല്ലെ, മരത്തിന്റെ മേൽ. അതായത് അതല്ലെങ്കിൽ എങ്ങനെ പറയും? ടേബിളിന്റെ മേൽ അല്ലെ, അങ്ങനെയൊക്കെ പറയും. അലത്വാവിലെത്തി അല്ലെ. അപ്പോ ഇതിനൊരു പ്രത്യേകതയുണ്ട് കുഞ്ഞുങ്ങളെ. എന്താണെന്നറിയോ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു 4 ലെറ്റേഴ്സും വേർഡ്സുകളും മിൻ, ഓക്കെ, മിൻ, ഇല, ഫി, അല. ഓക്കെ, ഈ വേർഡ്സുകളൊക്കെ ഏതെങ്കിലും ഒരു ഇസ്മിന്റെ മുൻപിൽ വന്നാൽ ആ ഇസ്മിനെ നമ്മൾ കെസർ ചെയ്യണം. ഇപ്പം ഇലസൂക്കി എന്നാണ് നമ്മൾ പറയാ, ഇലസൂക്ക എന്ന് പറയൂല. ഓക്കെ, കെസറാണ് നമ്മൾ എപ്പോഴും ഇതിന് കൊടുക്കേണ്ടത്. എന്താ കൊടുക്കേണ്ടത്? കെസർ. അതായത് ഇലസൂക്കി മിനൽ മദ്രസത്തി. മദ്രസത്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇലൽ മദ്രസത്തി മിനൽ മസ്ജിദി അല്ലെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കെസർ കൊടുക്കണം. ഇനി നമ്മളിവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. അല ഷജറത്തി ഒഷുൻ. കണ്ടോ, ഇവിടെ അല ഷജറത്തി എന്നാണ് വന്നത്. ഷജറത്തു എന്നാണോ? അല്ല. ഷജറത്ത എന്നാണോ? അതുമല്ല. അപ്പൊ ഷജറത്തി എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, അസമക്കു ഡേഷ് അൽമായി. സമക്ക് എവിടെയുള്ളത്? വെള്ളത്തിൽ. കണ്ടോ, എന്നുള്ള മീനിങ് ആണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫി എന്ന് ചേർത്ത് കൊടുക്കണം. അസമക്കു ഫിൽമാ ഇ എന്ന് കൊടുക്കണം കേട്ടോ. ഫിൽമാ ഇ. ഫിൽമാ എന്ന് പറ്റുമോ? ഇല്ല അല്ലെ. ഇനി ഇവിടെ നോക്കിയേ, അൽ കിതാബു, പുസ്തകം എവിടെയാണുള്ളത്? ടേബിളിന്റെ മേലെയാണുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ മേൽ എന്നുള്ളതിന് എന്താ പഠിച്ചത്? അലയാണ് അല്ലെ. അപ്പൊ അലത്വാവിലെത്തി. കണ്ടോ, ത്വാവിലെത്തി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അലത്വാവിലെത്തി. അടുത്തത് എന്താണ്? തർജിഉ അത്വാലിബത്തു. തർജിഉ മടങ്ങുന്നു, അത്വാലിബത്തു ദേശ് അൽ മദ്രസത്തി. എങ്ങോട്ടാണ്?
മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്നും. അല്ലെ, സ്കൂളിൽ നിന്നും എന്താ ചെയ്യുന്നത്? വിദ്യാർത്ഥിനി മടങ്ങുകയാണ്. അല്ലെ, അപ്പോ തി കണ്ടോ, ഇവിടെ കെസറ് കൊടുത്ത കണ്ടോ. ഇനി അടുത്തത് യദ്ഹബുൽ വലതു, ആൺകുട്ടി പോകുന്നു. എങ്ങോട്ടാ പോകുന്നത്? ഇലൽ മൈതാനി, എങ്ങോട്ടാ പോകുന്നത്? ഗ്രൗണ്ടിലേക്ക്. കണ്ടോ, ലേക്ക് എന്നുള്ള പദമാണ് നമുക്ക് ഇവിടെ കിട്ടണ്ടേ. അപ്പൊ ഇലേനെ നമ്മൾ ചേർത്ത് കൊടുത്തു. കണ്ടോ, അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഫി ഇല മിൻ ആല, എങ്ങനെ പഠിക്കുക നമ്മൾ അതിനെ? ഫി ഇല മിൻ ആല. ഓക്കെ, ഫി എന്ന് പറഞ്ഞാൽ ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, അല എന്ന് പറഞ്ഞാൽ മേൽ, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. തദ്ഹബു ത്വാലിബത്തു, കുട്ടി വിദ്യാർത്ഥിനി പോകുന്നു. ഇലൽ മദ്രസത്തി, എങ്ങോട്ടേക്ക്? മദ്രസയിലേക്ക്. കണ്ടോ, ഇവിടെ കെസറ് കൊടുത്ത കണ്ടോ. കണ്ടോ, ലേക്ക് എന്നുള്ള പദമായത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് കൊടുത്തു? ഇല കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് അലത്വാവിലെത്തി, മേശയുടെ മേലെ. കിതാബുൻ, എന്തുണ്ട്? പുസ്തകം ഉണ്ട്. അല്ലെ, അലത്വാവിലെത്തി കിതാബുൻ. അപ്പൊ നമ്മൾ ഈ അല എന്നുള്ളതിന് സ്റ്റാർട്ടിങ് വെക്കണം അല്ലെ, കാരണം ത്വാവിലത്തിന്റെ മേലെയാണ് എന്തുള്ളത്? കിതാബ് ഉള്ളത്. തദ്ഹബു ത്വാലിബത്തു, വിദ്യാർത്ഥിനി പോകുന്നു. ഇലൽ മദ്രസത്തി, എങ്ങോട്ട്? സ്കൂളിലേക്ക്. കണ്ടോ, ഇവിടെ ലേക്ക് എന്നുള്ള പദം, ഇവിടെ ആണെങ്കിലോ മേൽ എന്നുള്ള പദം. അല്ലെ, അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കണം. ഇനി എന്താ ഉള്ളത്? ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ. അസ്ഹാറുൻ, കണ്ടോ, പൂന്തോട്ടത്തിൽ. നൂനാണ് കേട്ടോ, നൂൻ കെസറയാണ്. ഫിൽ ബുസ്താനി, കണ്ടോ, പൂന്തോട്ടത്തിൽ. എന്നുള്ള മീനിങ് ആണ് ഇവിടെ കിട്ടേണ്ടത് അല്ലെ. അടുത്തെന്താ? യർജിഉൽ വാലിദു, ഉപ്പ മടങ്ങുന്നു. മിനൽ മസ്ജിദി, കണ്ടോ, മിൻ എന്നുള്ളതിന്റെ മീനിങ് ആണ് നിന്ന്. അപ്പൊ എവിടെ നിന്നാണ് ഉപ്പ മടങ്ങുന്നത്? മസ്ജിദി, മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്നും ഉപ്പ എന്ത് ചെയ്യുന്നു? മടങ്ങുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഇതൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഇല, മിൻ, അല, ഫി. അല്ലെ, മിൻ എന്നുള്ളതിന് ഏതായിരുന്നു നമ്മൾ കണ്ടത്? മിൻ, മിൻ എന്നുള്ളതിന് നമ്മൾ ഇവിടെ ഏതാ കൊടുത്തിട്ടുള്ളത്? ഇതാ, മിനൽ മദ്രസത്തി. കണ്ടോ, മിനൽ മദ്രസത്തി. അത് നമുക്കിവിടെ എഴുതാം, മിനൽ മദ്രസത്തി. നമ്മുടെ എഴുതുന്നുണ്ടേ, കെസറിട്ട് കൊടുത്തു. അലത്വാവിലെത്തി, മേശയുടെ മേലെ. അലത്വാവിലെത്തി. ഫി, ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ. അല്ലേ, ഫിൽ ബുസ്താനി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? ഇത്രയും സെറ്റ് ആണല്ലോ? ഇനി ഇതിലൊരു ഡൗട്ടും ഇല്ലല്ലോ? ഓക്കെ, യെസ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. തജ്ലിസുൽ ഫറാശത്തു, പൂമ്പാറ്റ് ഇരിക്കുന്നു. തജ്ലിസുൽ ഫറാശത്തു, പൂമ്പാറ്റ് ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നത്? ഡേഷ് അൽ അസ്ഹാർ, പൂക്കളുടെ ഉള്ളിലാണോ? അല്ല. പൂക്കളിലേക്കാണോ? അല്ല, പൂക്കളുടെ മേലെയാണ്. അപ്പൊ ഇതിൽ മേലെ എന്ന അർത്ഥം വരുന്ന പദം ഏതാ? ഏതാ? മേലെ എന്നർത്ഥം വരുന്ന പദം അലയാണ്. ഏതാണ്? അല. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മളിവിടെ അല എന്ന് എഴുതി കൊടുക്കുന്നു, മേലെ. അടുത്തത് എന്താണ്? യസ്കുനുൽ ഖുറാബു, കാക്ക താമസിക്കുന്നു. ഫി ഡേ, ഉത്തരം ഞാൻ പറഞ്ഞുപോയി. ഫിൽ അഷി, എവിടെയാണ്? കൂട്ടിൽ. അല്ലെ, കൂട്ടിൽ. എന്നുള്ള മീനിങ് ആണ് എന്തിന് വരുന്നത്? എന്തിന് വരുന്നത്? ഫീക്ക്. അപ്പൊ നമ്മളിവിടെ ഫി എന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തത് തർജിഉൽ ബിന്തു, കുട്ടി എന്ത് ചെയ്യുന്നു? മടങ്ങുന്നു. ഡേഷ് അൽ മദ്രസത്തി, എവിടെ നിന്ന്? മിനൽ മദ്രസത്തി, നിന്ന് എന്നാണ് അല്ലെ. അപ്പോ മിനൽ, മിനൽ മദ്രസത്തി. കണ്ടോ? അടുത്തത് കെതബ്തു, ഞാൻ എഴുതി. ഡേഷ് അൽ കലം, എന്തുകൊണ്ടാണ് എഴുതിയത്? ബിൽ കലം, പേന കൊണ്ട് എഴുതി. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ് കേട്ടോ മക്കളെ. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്. യദ്ഹബു ത്വാലിബു, കുട്ടി പോകുന്നു, വിദ്യാർത്ഥിനി പോകുന്നു. അല്ല, വിദ്യാർത്ഥി പോകുന്നു. ഡേഷ് അൽ മദ്രസത്തി, എങ്ങോട്ടേക്കാ പോകുന്നത്? എങ്ങോട്ടേക്കാ പോകുന്നത്? ഫി അല ഇല, എങ്ങോട്ടേക്കാ? ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. കണ്ടോ?
അപ്പോൾ ഇത്രേ പണിയുള്ളൂ. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ലൈവ് ക്ലാസ്സിലേക്ക് കാണാം കേട്ടോ. അപ്പോൾ ശരി മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.